ആകാശത്ത് കാണുന്ന ഒരു വൈറ്റ് ലൈൻ സ്മോക്ക് അത് റോക്കറ്റിൽ നിന്ന് വരുന്നതാണെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടില്ലേ? ഞാനും എന്റെ ചെറുപ്പത്തിൽ വിചാരിച്ചിട്ടുണ്ട്. ബട്ട് അത് ഫ്ലൈറ്റിൽ നിന്നാണ്. ബട്ട് അത് സ്മോക്ക് അല്ല. പിന്നെ എന്താണത്? എയർക്രാഫ്റ്റ് എഞ്ചിൻ ഫ്യൂവൽ ബേൺ ചെയ്യുമ്പോൾ വാട്ടർ വേപ്പറും കാർബൺ ഡൈ ഓക്സൈഡും പ്രൊഡ്യൂസ് ചെയ്യും. ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ ടെമ്പറേച്ചർ വളരെ കുറവാണ്, ചിലപ്പോൾ -40°C ടു -60°C. എഞ്ചിൽ നിന്ന് പുറത്തു വരുന്ന വാം വാട്ടർ വേപ്പർ ഈ കോൾഡ് എയറിനെ മീറ്റ് ചെയ്യുമ്പോൾ ചെറിയ ഐസ് ക്രിസ്റ്റൽസ് ആയി അത് മാറും. ഈ ഐസ് ക്രിസ്റ്റൽസ് ആണ് നമ്മൾ സ്കൈയിൽ വൈറ്റ് ലൈൻ പോലെ കാണുന്നത്. ഇതിനെ കോൺട്രെയിൽസ് എന്നാണ് പറയുന്നത്. കോൺട്രെയിൽ എന്ന വേർഡ് കണ്ടൻസേഷൻ ട്രെയിൽ എന്നതിന്റെ ഷോർട്ട് ഫോം ആണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, എല്ലാ ഫ്ലൈറ്റിനും കോൺട്രെയിൽസ് ഉണ്ടാവില്ല. അറ്റ്മോസ്ഫിയറിൽ ഹ്യൂമിഡിറ്റി കുറവാണെങ്കിൽ കോൺട്രെയിൽസ് പെട്ടെന്ന് ഡിസപ്പിയർ ആവും. ഹ്യൂമിഡിറ്റി കൂടുതലാണെങ്കിലോ അത് മിനിറ്റുകൾ അല്ലെങ്കിൽ മണിക്കൂറുകളോളം സ്കൈയിൽ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ചില ദിവസങ്ങളിൽ ഫ്ലൈറ്റിന്റെ പിന്നിൽ വൈറ്റ് ലൈൻ പോലെ കാണാം. ബട്ട് ചില ദിവസങ്ങളിൽ മാത്രം. കൂടുതൽ ഏവിയേഷൻ ഫാക്ട്സ് ആൻഡ് ന്യൂസിനായി ഫോളോ ചെയ്യൂ.